റംലുവിന്റെ വീട്ടിൽ സുഹൃതന്റെ വിളയാട്ടം. വിനയത്തോടെ പായി. എന്നാലും എന്റെ റംലു ഭായ് പാചരാക്കണിട്ട് എന്നെ തോണ്ടി വിളിച്ചോണ്ട് പറയാം. ബഷീറെ, പെരുമാനിയുടെ നാണക്കേട് നടക്കുന്നു. എന്റെ ചങ്കണ് തകർന്നുപോയി. എന്നാലും കരീമ മണലാരണ്യത്തിലെ പൊരി വെയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ ഓളി ചെയ്തത് പോക്കിത്തരല്ലേ നായരെ എന്ന് പറഞ്ഞ അപ്പോഴത്തെ ആ ഹാലിൽ പൊരിവയിലൊക്കെ ഓർക്കാൻ പറ്റുമോ കുട്ടിക്ക? പെണ്ണുങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞ അതിങ്ങനെ ആടിയാടി കളിക്കും. ആ മുജീബേ, ഈ വിഷമിക്കരുത്. നമ്മളെ റംലുവിന്റെ ഞാൻ അറിഞ്ഞു മുക്രി. അതിനിപ്പോ എന്താ, അത് ഓളുടെ ഇഷ്ടല്ലേ. പിന്നെ നിങ്ങൾ കരീം ഖാനെ വിളിച്ചതൊന്നും പറയണ്ട കേട്ടോ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ. ഏയ്, ഞാനങ്ങനെ ചെയ്യടാ മുജിയെ. എന്നാ ശരിടാ. അത് മറന്നുവല്ലോ കുറച്ചോനെ. ബഷീർ, ഇത് വലിയ അന്യായമാണേ. എന്തന്യായം? മലയാളം പോലും അറിയാൻ വയ്യാത്തൊരു വട്ടം ഭായി എഴുതി എന്ന് പറഞ്ഞ മലയാളം എന്തിനാ അറിയുന്നേ? അങ്ങ് കാണിച്ചാ പോരെ. ശരി, എങ്കിൽ എന്താങ്ങത്തിലൂടെ അയാൾ അവിഹിത നടത്ത കാണിച്ചേ? എന്താ ഇങ്ങനെ ഇക്കാക്ക എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? ആർക്കും വിഷമം? എന്തിന്? എണീറ്റ് ചെന്ന് കുളിച്ചേ. കരീമ ഇങ്ങനെ എടുത്ത് ചാടല്ലേ. സുഹൃതൻ കേറി എന്നുള്ള സത്യ. എന്നാ എന്തിനാ കേറിന്ന് നമുക്കറിയില്ലോ. ഓല് വല്ല നാട്ടുവർത്താനം പറഞ്ഞ് കുത്തിരുന്നാണെങ്കിലോ. നാട്ടുവർത്താനല്ല, നാട്ടുവർത്താനം. എനിക്ക് ഞവളെ വേണ്ട. ആ മുജീബിന്റെ കൂടെ ആയിരുന്നു. വെറുതല്ല ആള് കേറി. കബഡി കളിക്കുമ്പോഴേ ഈ സുഹൃത്തൻ എന്നെ പൊക്കി 2 റൗണ്ട് ഓടിയതാ. ഓന് നല്ല ഉഷിര, അതില് സംശയമൊന്നുമില്ല. എന്നാലും എന്തിനാ കേറി എന്നുള്ളത് നമുക്കറിയില്ല കരീമേ. അവന്റെ സുന്നത്ത് കല്യാണത്തിന് വേണ്ട, എനിക്ക് ഞവളെ വേണ്ട, ഞാനുള്ള ഒഴിവാക്കാണ്. ഇതേ കരീമേ, അതൊക്കെ വലിയ തെറ്റാട്ടോ. ഈ സമാധാനപ്പെട്, ഞമ്മക്ക് ശരിയാക്കാലോ. മുക്രി നിങ്ങള് വെച്ചോ, ഇത് ചൂടാറാൻ മുമ്പ് അവളെ വിളിച്ച് എനിക്ക് 2 വർത്താനം പറയണം. എന്റെ പൊന്നു മുക്രി, ഈ നാട്ടുകാരും തെണ്ടികളോട് പറയാൻ എന്നെങ്ങനെ മരിച്ചിരുന്ന് വിളിക്കണ്ടെന്ന് എനിക്കെല്ലാം അറിയാന്നു. കൂട്ടുകാരന്മാര് പട്ടികള്. അറിഞ്ഞു വെച്ച് എടുക്കാത്ത പട്ടി. എന്തേടാ ഇപ്പൊ വിളിക്കാൻ തോന്നിയേ? ഞാനാ ഫാത്തിയ. നീ ആയിരുന്നോ? എന്തേടി? എവിടെയാ? ഞാനിവിടെ അങ്ങാടിപ്പുറത്ത്. അങ്ങാടിപ്പുറത്താ? അവിടേക്കിപ്പോ പോയി? 2-3 ദിവസമായി. നീ കാര്യം പറ. 2-3 ദിവസോ? അപ്പൊ കരിമക്കാട് അവിടെ ഇല്ലേ? ഒരു മിനിറ്റ്, കരീംക്ക വിളിക്കണം. എടുത്തില്ലെങ്കിൽ പിന്നെ അലമ്പാക്കും. ഹലോ. ഇങ്ങനെ തല്ലുണ്ടാക്കല്ലടോ. ഉസ്താദ് ഇപ്പൊ കരീമിന്റെ വീട്ടിലെത്തും. കേറിയോ? ഇനി കേറിയെങ്കിൽ എന്തിന്? ഇത് നമുക്ക് റംലുവിനോട് ചോദിച്ചാ പോരെ, പ്രശ്നം തീർന്നില്ലേ? അല്ല, ഞമ്മക്ക് ഇവിടുന്ന് ചർച്ച ചെയ്താ പോരെ? താൻ കട പൂട്ടിട്ട് വാടോ. വാടോ. ഒരു മിനിറ്റ്, എന്താ ഉണ്ടായത് ഞാൻ മുഴുവനും പറയാം. കേക്കട്ടെ നിന്റെ ന്യായം. എന്നോട് ക്ഷമിക്കണം, എനിക്ക് അങ്ങനെ പറ്റിപ്പോയി. സുഹൃത്തും ചേട്ടന്റെ മസിലൊക്കെ കണ്ടപ്പോ ഇനി അങ്ങനെ ഉണ്ടാവില്ല പോരെ? പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ കിടക്കുമ്പോഴേ എന്റെ മനസ്സിൽ നിങ്ങളേ ആയിരുന്നില്ല, മുജിയായിരുന്നു. കയ്യൊക്കെ ഉണ്ടെങ്കിൽ എന്തും തടയാം. ഇന്നത് ചിന്തിക്കണമെന്ന് വാശി പിടിക്കാൻ ഒരുത്തനും പറ്റൂല. ഇതിനൊക്കെ ഒറ്റ മാർഗേ ഉള്ളൂ. സ്നേഹിക്കാം. മുജി എന്നെ സ്നേഹിച്ച പോലെ സ്നേഹിക്കാം. ഞാൻ പറഞ്ഞ ശരിയല്ലേ?
പടച്ച റബ്ബല്ലാലിമിനാ തമ്പുരാനെ എട്ടങ്കാനായില്ലപ്പത്. അതെ, ഇന്നലെ രാത്രി എന്തിനാ സുഹൃതം വന്നത്? റംലു എന്തേ? റംലു അതെ, റംല 2 ദിവസമായിട്ട് അവളുടെ വീട്ടിൽ പോയേക്കാ. മോളെ സുഹൃതം വന്നത് ഞങ്ങളെ കണ്ടോ? സുഹൃത്തേട്ടൻ വന്നത് എന്റെ അടുത്തേക്കാ. നിന്റെ അടുത്താ? ആ. എന്തിന്? എന്റെ കെട്ടിയവൻ എന്റെ അടുത്ത് വന്നത് എന്തിനാന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണ? കേക്കണോ നിങ്ങക്ക്? മതിയായില്ലടാ നിനക്കൊക്കെ. ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചാ നിന്റെയൊക്കെ ഭായി കളിച്ചത്. ഇനി ഒരു ഒറ്റ മിനിറ്റ് ഉണ്ടല്ലോ അവൻ ഈ നാട്ടി വെച്ചേക്കൂല. പ്രസിഡന്റ് അന്നേ അവന്റെയൊക്കെ മറ്റോളത്തെ ഒരു ഭായി. എല്ലാവരും നിന്നേ. റംലുവിന്റെ ബാപ്പനെ കണ്ടിരുന്നു. റംലു അവിടെയുണ്ട്. അറിഞ്ഞു ഉസ്താദെ, ഈ നാട് കുട്ടിച്ചോറാക്കി ആ ഭായിനെ ഇവിടുന്ന് ഓടിക്കാൻ പോവാണ്. ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നുമല്ല. ഏതോ ഒരുത്തൻ വിളിച്ച് ഇവിടുത്തെ കഥ കരീമിനെ അറിയിച്ചു. കരീം അത് കേട്ട പാതി കേൾക്കാത്ത പാതി റംലുവിന്റെ വാപ്പാനെ വിളിച്ച് മുട്ടനെ തെറി വിളിച്ചു. അല്ല ഉസ്താദെ, ആരെങ്കിലും വിളിച്ച് അറിയിച്ചെന്ന് വിചാരിച്ച് അവന് വെളിവില്ലേ? അവളവിടെ ഉണ്ടെന്ന് അവനറിയില്ലേ? ചിന്തിക്കാനാണ് സ്വല്പം വെളിവ് വേണ്ടേ മുക്രി. ഇപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. റംലു കരീമിനെ ഫസ്കു ചൊല്ലാൻ തീരുമാനിച്ചു. അല്ല ഫ്ലാസ്കോ എന്നുവെച്ചാ? ഓ, അതുപോലും അറിയത്തില്ലടാ നിനക്ക്. ഫസ്ക് ഓളോനെ അങ്ങോട്ട് മൊഴി ചൊല്ലാന്ന്. മതിയായില്ലടാ നിനക്കൊക്കെ. ഓന്റെയൊക്കെ മറ്റോടത്തെ ഒരു ഭായി. മിടുക്കി. അവളാണ് എന്തായാലും കിട്ടാൻ കാത്തിരിക്കാൻ. ഇനിയിപ്പോ മുജിയായിട്ടുള്ള കെട്ട് നടത്താലോ. ഇനിയിപ്പം മുജിക്ക് 2 വട്ടം ഒരുമിച്ച് നടത്താലോ. ഇനിയിപ്പോ ഇതായിരിക്കും ഭായി ഉദ്ദേശിച്ചത്. പിന്നല്ലാണ്ട് ഒന്നും കാണാതെ ഭായി കളിക്കൂല. ഇപ്പൊ എന്തായി? ചേരേണ്ടവര് ചേർന്ന. ഇപ്പൊ മനസ്സിലായ ഭായി വെറും വാക്ക് പറയൂലെന്ന്. മുജിയെ, എല്ലാം ഭായിയുടെ അനുഗ്രഹമല്ലേ മുജി? നീ ആ ഭായി ഒന്ന് കയറി കണ്ട് കല്യാണം വിളിച്ചേരെ. കാലിയാക്ക, നിങ്ങൾ നാട് വെറുതെ കുട്ടിച്ചോറാക്കല്ലേ. ഉള്ള നേരം കൊണ്ട് ആ ഭായനെ വണ്ടിയേറ്റ് വിടാൻ നോക്ക്. നീ എന്താടാ ഈ പറയണേ? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, നീ ഭായിയെ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആരും കല്യാണം കൂടൂല കേട്ടാ. എന്നാലും കുഴപ്പമില്ല. അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കാനേ ഈ മുജീനെ കിട്ടൂല. ദേ മുജി, അങ്ങേരുടെ ശാപം കിട്ടിയ ഈ കല്യാണം വരെ മുടങ്ങും, പറഞ്ഞേക്കാം. ആയിക്കോട്ടെ, നിങ്ങൾക്കും ഭായിക്കും പറ്റുമെങ്കിൽ എന്റെ ഫാത്തിന്റെ കെട്ടൊന്ന് മുടക്ക്. ഞാൻ വിശ്വസിക്കാം. പറഞ്ഞത് കറക്റ്റ്. ഫാത്തിയുടെ കെട്ട് മുടങ്ങിയ ഞങ്ങൾ വിശ്വസിക്കാൻ പായില്. ഒന്ന് മുടക്കി കാണിക്കും. എന്നാ കാണാം. കാണാം കാണാം കാണാം. അങ്ങനെ അങ്ങ് പോവല്ലേ. കെട്ട് മുടങ്ങിയില്ലെങ്കിൽ ഭായിനെ ബംഗാളിലേക്ക് കയറ്റി വിടുവോ? അത് ഞങ്ങൾക്ക് മംഗളോട് ഇരുന്ന് കൂടിയാലേ. ഉറപ്പിച്ചു വരെ നിങ്ങൾക്കും ഭായനെ അങ്ങ് വിശ്വാസമല്ല അല്ലേ? കയറ്റി വിട്ടിരിക്കും. അങ്ങനെ സംഭവിച്ച അത് ഈ പെരുമാനിയുടെ തീരാ നഷ്ടം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. മുടങ്ങൂലല്ലോ. എല്ലാം ഓക്കെ അല്ലേ? സ്വർണം, ഉടുപ്പുകള്, നാസർ. പ്രസിഡന്റ്, മറ്റന്നാളാ കല്യാണം. 2 വീട്ടിലൊരുക്കങ്ങൾ കഴിഞ്ഞ് ഇനി എന്ത് പ്രശ്ന? അല്ല ഭായ് കല്യാണം മുടക്കൂലേ? ഭായി കല്യാണം മുടക്കിയില്ലെങ്കിൽ എന്ത് വില കൊടുത്തും നമ്മൾ ഈ കല്യാണം മുടക്കും. അത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇതിപ്പോ പെരുമാനയുടെ മൊത്തം പ്രശ്നമാണ്. എന്ത് വില കൊടുത്തും നമുക്ക് ഈ കല്യാണം നടത്തണം. നിങ്ങൾ പേടിക്കണ്ട. എന്റെ ഫാത്തിന്റെ കല്യാണം പെരുമാനി തങ്ങൾ ഏറ്റെടുത്തോളൂ. പെരുമാനിക്ക് ആപത്ത് വരുന്ന ഒന്നും തങ്ങൾ ചെയ്യൂല. ഈ കെട്ട് നടക്കും. അത് കട്ടായ. ആ തട്ടൻ അത് ഉണ്ടാക്കി തരില്ലെന്ന്. ഇപ്പൊ എന്താ ചെയ്യാ? മുടക്കുന്നേ. എത്ര മുടക്കിയാലും ഉണ്ടാക്കില്ലാന്ന്. എടാ, കല്യാണം മുടക്കാന് ഇത് എത്ര തവണ ഞാൻ പറയണ അഭി? എനിക്കൊരു സൂപ്പർ ഐഡിയ ഉണ്ട്. നീ ഇന്ന് രാത്രി എൻ്റെ വീട്ടിലേക്ക് വാ. ഞാൻ ജനാല തുറന്നു വെക്കാം. ഇത് ടിൻഡു നാസക്കനെ വിളിച്ച് പറയട്ടെ. ഇതറിഞ്ഞ അങ്ങനെ എന്നെ കിട്ടൂല, എനിക്ക് ഉറപ്പാ. എന്നിട്ട് ഞാനെങ്ങോട്ട് പോകും? വീണ്ടും മാമന്റെ വായലേക്കാ? എടാ അഭി, നീ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. ഒരു പ്രാന്തിനെ കെട്ടിട്ട് എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കണം എന്നാണോ നീ പറഞ്ഞു വരുന്നേ? ഒട്ടിച്ചേർന്നാടാ നിക്കണത്. അതാണ് എന്റെ സങ്കടം. ഇലിപ്പ് കണ്ടിട്ട് ഇന്ന് എന്നെ ഒളിച്ചോടുന്ന മട്ട. ഓടും, ഓനൊറ്റ കൂടും, അല്ലെങ്കിൽ നമ്മളോനെ ഓട്ടിക്കും. ഓനിപ്പോ എന്താ ചെയ്യുന്നേ? ഇപ്പോ
ഇപ്പൊ അവൻ അവളുടെ കണ്ണീരൊപ്പാടാ. കണ്ണീരാ? എന്തിന്? എനിക്കൊന്നും അറിയില്ല നാസറേ. സത്യം പറ ഫാത്തി, നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ? വേറെ ആര്? എടാ അഭി, അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഈ നാസർക്കായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കായിരുന്നാ? അഭി, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ കല്യാണം മുടക്കാൻ ഞാൻ എന്തും ചെയ്യും. എന്ന് വെച്ച രാത്രി നീണ്ട അരണാണ് അടിച്ചോണ്ട് പോകും ഞാൻ പറയും. ഒന്നുമില്ലെങ്കിൽ ഓനെന്തിനാ അവളുടെ കണ്ണീരൊപ്പിയെ? അതും എന്റെ സംശയ. എടാ ഇതൊന്ന് സമാധാനിക്ക്, നമുക്ക് അഭിനോട് ചോദിക്കാന്ന്. കല്യാണം വിളിക്കാൻ വന്നതാ. അബീനോട് പറഞ്ഞു ഏൽപ്പിച്ചീന്. എന്നാലും ഒന്ന് നേരിട്ടൊന്ന് വിളിക്കാന്ന് വിചാരിച്ചു. ഓ, അത് കുഴപ്പമില്ലായിരുന്നു. അബി എപ്പോഴും പറയും ഫാത്തിമാനെ പറ്റി. എന്താ പറയല്? ഏ അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ. എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാല് ഓരോ തമാശകളൊക്കെ. തമാശ? എന്ത് തമാശ? ഓനെവിടെ? അവന് തീരെ സമയമല്ല വീട്ടിലിരിക്കാൻ. പിരാന്ത് പിടിച്ച പോലെ ഓട്ടാ ടിൻഡോന്റെ കൂടെ. ഓൻ എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞിനാ? വല്ല ടൂറോ ആരുടെങ്കിലും കൂടെ? ഏ ഇല്ല. ഞങ്ങള് എന്നാ അവിടെ ഇറങ്ങട്ടെ? ശരിക്കും ഓർത്തു നോക്കിയേ. നാസറേ വാ. ഇപ്പൊ ഓർമ്മ വന്നോ? ഇല്ല. ഇല്ലേ? പറഞ്ഞുണ്ട്. അബി ഇന്ന് വന്നേ. ഈ ഫാത്തിമ തമ്മിൽ എന്തേലും ഉണ്ടോ? ഫാത്തിമാനായിട്ട് എന്ത്? ഒന്നുമില്ല. ഉറപ്പല്ലേ? എന്നാ വിശ്വസിച്ചോട്ടെ. ആയിക്കാ, സത്യമായിട്ട് ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? വെറുതെ പായ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓനെന്തിനാ കണ്ണീരൊപ്പിയെ? പറ, ഓനെന്തിനാ കണ്ണീരൊപ്പിയെ? മാറിക്ക്, അങ്ങോട്ട് മാറിക്ക് നാസറേ. ഓട്ടെ, ഈ കല്യാണത്തിന് വരണം കേട്ടോ. ആയിക്കോട്ടേക്കാ. വലിയ കാര്യാക്കണ്ട, പെട്ടെന്നുള്ള. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എനിക്കെന്തോ. വേണ്ട, പറഞ്ഞിട്ട് കാര്യമില്ല. അഞ്ചി പാത്തൂന്റെ ഒന്നിച്ചങ്ങ് നടത്തിയാലോ? പ്രത്യേക വെളിയും വേണ്ട, ഫുഡും വേണ്ട. ആദ്യം ഫാത്തിന നടക്കട്ടെ. ഒരു കണക്കിനെല്ലാം ബായി കാരണം. ഉവ്വ, ബായ്. നിങ്ങൾ കണ്ടോ, ഫാത്തിന്റെ കല്യാണം നടക്കുന്നതോടെ ആദ്യം ബായിനെ നാട് കടത്തും. അതോടെ ബായിക്കാരുടെ കച്ചവടം പൊട്ടും. മുജി, നീ വേണ്ടാത്ത പ്രശ്നത്തിന് പോണ്ടേ? എനിക്ക് നല്ല പേടിയുണ്ട് ഈ കല്യാണം മുടങ്ങുമെന്ന്. നീ എന്താണ് ഇതുവരെ ഇറച്ചി ഏൽപ്പിക്കാതിരുന്നത്? മറന്ന് അല്ലേ? പേടിക്കണ്ട, ആട് റെഡി. അല്ലാന്ത്രോ, അത് പിന്നെ ഇവൻ വേറെ ആളെ ഏൽപ്പിച്ച്. നമ്മളെ പാത്തുവിന്റെ അതൊരൊക്കെ മറ്റടുത്ത പരിപാടി പോലെ ആയല്ലോ പൂച്ചി. എല്ലാ ഞായറാഴ്ച ഓരോ ഇറച്ചി എൻ്റെ അടുത്തും വലിയ ഇടപാടൊക്കെ അന്യ നാട്ടുന്നു. ആയിക്കോട്ടെ, രണ്ടും കൂടി ഞായറാഴ്ച വാ, ഇറച്ചി വാങ്ങാം കേട്ടോ. അന്ത്രോ, അങ്ങനെ പിണങ്ങിപ്പോലെ. ഇതിപ്പോ അലാക്കി ലൗലിയും കഞ്ഞിന്ന് പറഞ്ഞ പോലെ ആയല്ലോ. എടാ മുജിയെ, നീ 2 ദിവസമല്ലേ ആ ഇസ്മായിൽ ഖാനെ വിളിച്ചാണ്ട് ഒഴിവാക്കിയാലോ? ഞാൻ എങ്ങനെ വിളിച്ചു പറയാനാ? എനിക്കൊരു ആ നമ്പർ കൊണ്ട് എടുക്ക്, ഞാൻ വിളിക്കാം. എൻ്റെ കയ്യിൽ നമ്പറില്ല. നമുക്കൊരു കാര്യം ചെയ്യും, ഫോണയക്ക് പാത്തുത്താൻ്റെ വീട്ടിൽ കയറിയിട്ടേ നമ്പർ മേടിച്ച് വിളിക്കും. ഞാൻ ഇസ്മായിന്റെ വായിലുള്ള അച്ചടി ഭാഷ മുഴുവൻ ഞാൻ കേൾക്കണല്ലോ. എന്റെ തങ്ങളെ എന്നാ അന്ത്രോ ഒരു 120 കിലോ ആണ്ട് റെഡിയാക്ക്. നല്ല കിളുന്താട് ഏറ്റില്ലേ? അല്ലെങ്കിലേ ഞായറാഴ്ച ആടിന് പകരം കുട്ടനെ പൊതിഞ്ഞു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ പറ മുക്രി, നീയുടെ കഥ പറഞ്ഞു കഴിഞ്ഞാ? ഞാൻ ഇറങ്ങാം മുജേ. ഇക്കാക്ക, നാസർക്കൊരു സൈക്കോയാണ്. എപ്പോഴും സംശയ അഭയായിട്ട് ചേർത്ത് പറിച്ചില്ല. മുറിയിൽ വരച്ച മാനൊക്കെ മായച്ചു കളഞ്ഞ്. അല്ല, പെൺമാൻ ഞാനും ആൺമാൻ അഭിയാണെന്ന് അപ്പൊ പറഞ്ഞു നടക്കണേ. എന്തൊക്കെ പറയണേ ഫാത്തിയെ? ഞാൻ ഇന്നലെ അബീനെ കണ്ടീന്. നാസറോട് സംസാരിക്കുകയും ചെയ്ത്. ഓനെ പിരിയേറ്റുന്നതേ ആ ഉമേറ. ഓനെ ശരിയായിക്കോളാം, ആ കല്യാണം കഴിയട്ടെ. ഇക്കാക്ക, എനിക്ക് റംലുത്താന്റെ ഗതി വരും, അതുകൊണ്ടാ ഞാൻ പറയണേ.
കരീംഖാനെ പോലെയാ നാസർ. നമുക്ക് അബീനോട് എന്തേലും ഉണ്ടോ? കാക്ക ഞാൻ അബിയുടെ കാര്യമല്ല ഇവിടെ പറയണേ, ഞാൻ നാസർക്കന്റെ പ്രശ്നമാണ് പറയണേ. എന്താ വിജയ്, എന്താ പ്രശ്നം? ഓളുടെ ഓരോ തോന്നലുകൾ. എന്താണേ പറയടോ. ഒന്നുമില്ല, നാളെ പള്ളിയിൽ നിന്ന് കാണാം.